ഇനി മുന്നും പിന്നൊന്നും നോക്കാനില്ല. ഇല്ലിക്ക തറവാട്ടോരോട് കളിക്കാൻ പണിക്കര് വളർന്നിട്ടില്ല. ആണുങ്ങളാരും ഇല്ലടാകത്ത്. നിങ്ങൾ ഇവിടെ നിന്നോ, ഞാൻ വിളിക്കാതെ ആരും പുറത്തേക്ക് വരണ്ട. എന്താടോ പണിക്കരെ രാത്രി ആളും വടിയും വാളും ഒക്കെ ആയിട്ട്? എവിടെയവന്മാര്? യവന്മാര് എന്റെ റബ്ബർ വെട്ടിയവന്മാർ ഈ വീടിന്റെ തട്ടും പുറത്തോ പത്തായപ്പുറയിലോ കാണും. എനിക്കറിയാം. എല്ലാവരും ചെവിയിൽ നുള്ളിക്കോ. ഈ പണിക്കർ ഒരൊറ്റ എണ്ണത്തിന് വെറുതെ വിടില്ല. കുട്ടപ്പായി, ഈ തറവാടിന്റെ കുളവിന്ന് ഞാൻ തോണ്ടും. ആഹാ, അപ്പൊ കാണണമല്ലോ. ഇടാ അനിലേ, രാജു, അലക്സേ, പാലുണ്ണി, ഇനി വാ. താണ്ടെ കുളകൊണ്ടാൻ വന്ന് നിൽക്കുന്നു. ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കടാ. താണ്ട നിൽക്കുന്നത് എന്റെ റബ്ബർ വെട്ടിയവന്മാര്. വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്. എടോ പണിക്കരെ, താൻ ഒരു തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഇവന്മാരൊന്ന് തൊട്ടു നോക്ക്. അപ്പ അറിയാ ഇല്ലിക്കൽ കുട്ടപ്പായി ആരാണ്. അടിച്ച് നിരത്തടായി ഒട്ടുപോയ ചുട്ടുകളെയും പാട്ടി കഴിവുള്ളവന്മാരെ. കുട്ടപ്പായി, അല്ല, കുളം തോണ്ടാൻ തൂമ്പായും കൂന്താലിയും ഒന്നും കൊണ്ടുവന്നിട്ടില്ലയോ? ഇല്ലെങ്കിൽ മുതലാളിയും തൊഴിലാളിയും കൂടെ ഇറങ്ങി അങ്ങോട്ട് തോണ്ട്. താൻ തോണ്ടിയാ വെള്ളം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. തന്റെ അപ്പൂപ്പൻ കുളം തോണ്ടി കേശുപണിക്കരുടെ കുളം തനിക്ക് ലേശമെങ്കിലും കിട്ടാതിരിക്കല്ലോ. അങ്ങോട്ട് തോണ്ട്. എന്നാടാ പണിക്കരെ ചമ്മുണ്ണേ? കൂലിത്തല്ലുകാരെ കയറ്റി വിടറാ. നീ പുറകെ നിന്നാ മതി. അപ്പനപ്പന്മാർ തുടങ്ങി അതാണല്ലോ ശീലം. പണിക്കരെ, തന്റെ ആ ചുണ്ടൻ വെള്ളം കിടപ്പുണ്ടല്ലോ, അതിൽ ഈ കൂലിത്തല്ലുകാരെയും വിളിച്ചോണ്ട് പോയി ചൂണ്ടയ്ക്ക് പോ. അതാ തനിക്ക് പറ്റിയ പണി. ചൂണ്ടയ്ക്ക് നീ പോയാ മതി. തലമുറയായിട്ട് മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പട്ടും മുളയും മാച്ചാടാ കളിയാവുകാരുടെ ചുണ്ടൻ വെള്ളം. വേറെപ്പായി, ചുണ്ടൻ വെള്ളമൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. ആഹാ, എന്നാ ഇത്തവണ ഞങ്ങൾ ഇറക്കൂടോ ചുണ്ടൻ വെള്ളം? ഇറക്കും. പള്ളിക്കാരുടെ ചെലവിലെങ്കിലും ഇല്ലിക്കക്കാര് വള്ളം ഇറക്കുന്നൊന്ന് കണ്ടാ മതിയായിരുന്നു. എന്താടാ കൊള്ളിച്ചൊരു വർത്താനം? എടാ, പള്ളിയും കോളേജും ആശുപത്രിയും ഉണ്ടാക്കാനാ ഞാൻ. ഒരു ചുണ്ടൻവെള്ളം ഉണ്ടാക്കാൻ എനിക്ക് ഒരുത്തന്റെ ഓജര ആവശ്യമില്ല. ഇല്ലിക്കാർ വിചാരിച്ച പുല്ലടാ ചുണ്ടൻവെള്ളം. വേണ്ടി വന്നാ കിഴക്കൻ മലയെന്ന് ഈട്ടിത്തടി വെട്ടിച്ചുകൊണ്ട് വന്ന് നല്ല പുത്തൻ ചുണ്ടൻവെള്ളം ഉണ്ടാക്കൂടോ? ഉണ്ടാക്കും. തന്നെ ജാതിന്ന് തുഴക്കാരെ കിട്ടിയില്ലെങ്കിൽ പുറത്തുനിന്ന് തുഴക്കാരെ കൊണ്ടുവന്നു. ഇനി അതും നടന്നില്ലെങ്കിൽ എഞ്ചിൻ വെച്ച് വെള്ളം ഓടിക്കൂടോ? നല്ല പുത്തൻ യമഹ എഞ്ചിൻ. ഈട്ടിത്തടിയിൽ വെള്ളം ഉണ്ടായിക്കൊണ്ടങ്ങ് വാ, കാണാം. കാണാടോ. പിള്ളേരെ, ഇന്നിന് നിങ്ങൾ ഹോസ്റ്റലിലൊന്നും പോകണ്ട, ഇവിടെ കിടന്നു. എടാ കുട്ടപ്പായി, നിന്റെ ബാറ്റിൽ ഞാൻ 10,000 രൂപ ഇടും. അതെന്നാത്തിനാ അപ്പച്ച? എടാ കുരുത്തക്കെട്ടവനെ, ഈ തോക്ക് വാങ്ങിക്കാൻ എവിടെ നടാ എന്റെ പൈസ? അയ്യോ അപ്പച്ച, ഇത് കളിത്തോക്കല്ലേ? എന്റോടാ? ടോയ് പിസ്റ്റൾ. ആഹാ, വായി കിടക്കണ നാക്കു കുരുത്തുള്ളതാണെങ്കിൽ എന്തിനാ അപ്പച്ച ഒറിജിനൽ തോക്ക്? ഈ ഡ്യൂപ്ലിക്കേറ്റ് പോരെ? അവന്മാര് പോയത് കണ്ടോ? എന്താ മോളെ? ആർക്കു വേണ്ടി അപ്പച്ച ഈ വഴക്കും അടിപിടിയും? ആർക്കു വേണ്ടിയാണെന്ന് ചോദിച്ചാ, ആർക്കെങ്കിലും വേണ്ടി ജീവിക്കണമെന്ന് തോന്നിയിരുന്നെങ്കിൽ അച്ചായൻ ഇങ്ങനെയൊന്നും ആവില്ല. ആ കുട്ടിയുടെ കാര്യം ഞാൻ അച്ചായനോട് പറയട്ടെ? വേണ്ട മോളെ, വേണ്ട. എന്റെ മോള് പിന്നിവിടെ ആരുമല്ലാതായിപ്പോ. അതെങ്ങനെയാ അപ്പച്ച? അവൾ എന്റെ മോളല്ലേ? ഇത്രയൊക്കെ സംഘർഷമുണ്ടായ സ്ഥിതിക്ക് നമുക്ക് ആ വള്ളങ്ങളിൽ പങ്കെടുക്കണ്ടെന്ന് വെക്കാൻ കുട്ടപ്പായി. അതെന്നാ വർത്തമാനമാണ് അച്ചോ? നാട്ടുകാരെ മുമ്പിൽ വെച്ച് വള്ളം കളിക്കണ്ടോളാമെന്ന് ഞാൻ പരസ്യമായിട്ട് വെല്ലുവിളിച്ചതല്ലയോ? എന്താണേലും പള്ളി അതിനില്ല. ഒരു ജാതി വഴക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിൽ
പള്ളിക്ക് താല്പര്യമില്ല. എന്റെ പൊന്നു മോനെ കുട്ടപ്പായി, നേരാ, ഞാനും വെല്ലുവിളിച്ചതാ വള്ളംകളിക്ക് കണ്ടോളാന്ന്. പക്ഷെ ചക്രം മുടക്കുള്ള വെല്ലുവിളിക്കൊന്നും നിന്റെ അപ്പൻ നിക്കട്ടില്ലെന്ന് നിനക്ക് അറിയത്തില്ലയോടാ. അന്ന പഞ്ചായത്തച്ഛൻ പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചു. പള്ളി കാശ് മുടക്കി വള്ളം ഇറക്കും. അപ്പൊ കരയിലെ പ്രധാന കുടുംബക്കാരൻ എന്ന നിലയ്ക്ക് നിനക്ക് അതിന്റെ തുമ്പത്തോ അമരത്തോ ഒന്നിരിക്കാലോ എന്ന് ഞാനും വിചാരിച്ചു. ഏറിയ 5000 6000 മുടക്കാന്നും വെച്ചു. പുത്തൻ ചുണ്ടമുള്ള ഇറക്കാന്നൊക്കെ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ കാര്യമാ. എന്റെ മോൻ ആ പൂതിയും കളഞ്ഞേര്. അപ്പനെ നമ്പാങ്കൊള്ളുകലെന്ന് നാട്ടുകാരെല്ലാം പറഞ്ഞിട്ടുള്ളതാ. മുമ്പും പല അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഞാനത് വിശ്വസിച്ചില്ല. അപ്പൻ ഒരൊറ്റയാളെ നമ്പിയാ ഞാൻ ആ പണിക്കരെ വെല്ലുവിളിച്ചത്. ഇനി ഈ നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് എന്നാ വിലയുള്ളത്? കുട്ടപ്പായി, താൻ 10-40 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇവിടം വരെ വന്നിട്ട് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. അല്ല, ഔസേപ്പ് മുതലാളി ചോദിക്കുന്നത് എന്ത് വാടകയും തരാൻ ഞങ്ങൾ തയ്യാറാ. വാടകയുടെ പ്രശ്നമല്ലടോ. സ്വന്തം പെണ്ണും പിള്ളയും മക്കളെയും ഒക്കെ വാടകയ്ക്ക് കൊടുക്കുന്നത് പോലെയാ വള്ളം വാടകയ്ക്ക് കൊടുക്കുന്നത്. ഞങ്ങളുടെ ചുണ്ടൻ വെള്ളം എന്ന് പറഞ്ഞാ തലമുറയായിട്ട് കുടുംബത്തിന്റെ അന്തസ്സായിട്ടാ വച്ചിരിക്കുന്നത്. ഇന്നിപ്പോ അത് കാത്തു സൂക്ഷിക്കാനുള്ള പാങ്ങൊന്നും ഉണ്ടായിട്ടല്ല. അതുമല്ല, താൻ നല്ലൊരു തുക വാടക തന്നാൽ എനിക്കതൊരു നിക്കക്കള്ളിയാ. എന്നാലും ഞാനത് ചെയ്യില്ല. അല്ല, ഇനി 1 മാസം കൂടെ ഉണ്ടല്ലോ, മുതലാളി ഒന്നുകൂടെ ആലോചിക്കും. ഓ, ഇനിയിപ്പൊ ഇക്കാര്യത്തിൽ ആലോചിക്കാനൊന്നുമില്ല. എന്നാ പിന്നെ കാണാം. ആ. ബാങ്കിലും വക്കീൽ നോട്ടീസും ജപ്തിയൊക്കെ ആയിട്ട് നിൽക്കുക. എന്നാലും അയാളുടെ ഒരു അഭിമാനം കണ്ടില്ലേ? സൂക്ഷിച്ചിറങ്ങണം. അച്ചായോ, അയാൾ പാങ്ങും പടുതിയെ കണ്ടിട്ട് വള്ളം വിലക്ക് കിട്ടുന്ന കോളുണ്ട്. നിന്റെ ഉണ്ടോ 1 ലക്ഷം രൂപ എടുക്കാൻ? അപ്പൻ ഷാപ്പ് ലേലത്തിന് വെച്ചിരിക്കുന്ന ഒരു 5-6 കെട്ടിഞ്ഞെടുത്തോണ്ട് വാ. വർത്തമാനത്തിന് ഒരു കുറവില്ല. കാരണം അച്ചായ ഒരു മാർഗമുണ്ട്. എന്തുവാണ് ഒരു രഹസ്യം? ഞങ്ങളോട് അറിയാം. നമ്മൾ അച്ചായന്റെ തന്തപ്പടിയുടെ മുത അടിച്ചു മാറ്റുന്നു. എപ്പടി? അച്ചായനെ കാണുന്നില്ലല്ലോ. നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. അച്ചായൻ പറഞ്ഞില്ലേ ഇടത് ഭാഗത്ത് സേഫ് എന്ന്. താക്കോലുണ്ടോ നോക്ക്. ഇല്ല. മേശക്കകത്ത് നോക്ക്. ഇതിനടി കാണാം. ഇറങ്ങിപ്പോവരുത്, ഇറങ്ങിപ്പോവരുത്. ഞങ്ങൾ മലൈക്കള്ളന്മാരാണ്. കള്ളൻ കള്ളൻ എന്റെ കണ്ട എവിടെ? എടുക്കണ്ട, കത്തിയാണ് കുത്തും. അടങ്ങി കിടക്കണോ കളവാ? ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അത്യാവശ്യമായിട്ടുള്ള സ്ഥലത്ത് അനാവശ്യ കാര്യങ്ങൾ ഇടപെടണം.
രാജു ശ്വാസം മുട്ടി. ആഹാ. ഞാനാ രാജു. ഇവിടെ. ഇവിടെ. അയ്യോ, ആ കൈ കടിക്കുന്നു. കടിക്കില്ല. അയ്യോ, എൻ്റെ അമ്മോ. ഞാനാ പാപ്പി കള്ളൻ. വേഗം ഓട്. അച്ചായ നീ പോയി അപ്പത്തിനെങ്കിലും സംഭവിച്ചോ നോക്ക്. ചെല്ലേ ഓട്. എന്താ അപ്പച്ചാ, നമ്മുടെ മോഷണ കേസ് പോലീസ്. എന്ത് കേസ്? എന്റെ കാശ് പോയത് തന്നെ. അല്ല പക്ഷെ പോലീസ് നായ. എന്നോട് നായ പാർട്ടിയല്ല ഒന്ന് തന്നെയാടാ. ഈ അനത്തിപ്പെട്ട ഒന്ന് ഇവിടെ ഉണ്ടല്ലോ. എന്നിട്ട് കള്ളനെ പിടിച്ചോ. ഏമാരെ എനിക്ക് കേസില്ല. കുട്ടപ്പായി അതെ, ഞാൻ അവന്റെ തന്തയാ. എനിക്ക് വരാതില്ല. അപ്പച്ചാ, അല്ല ഈ പോടാടുന്നു. മോളിക്കുട്ടിയെ ഒന്നും തോന്നരുത്. ഞാൻ വൈകുന്നേരം സ്റ്റേഷനിൽ വന്ന് കണ്ടോളാം. ഓ സാരമില്ല. മോഷണം പോയ ആൾക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ അപ്പച്ചനൊരു പ്രത്യേക സ്വഭാവക്കാരനാ. കേസും ബുക്കാറും ഒന്നും പുള്ളിക്ക് പണ്ടേ ഇഷ്ടമല്ല. ആ ബ്രൂണിയെ കേട്ട്. എന്താ അങ്ങനെ ആട്ടെ. ശരി. അപ്പച്ചൻ എന്നാ പണിയായി കാണിച്ചേ? ഞാൻ എത്ര പാടുപെട്ടിട്ടാണെന്നോ പോലീസ് നായയെ കൊണ്ടുവരിച്ചത്. എടാ, നട്ടക്കാട്ട് പാതിരായി കില്ലിക്കരപ്പായുടെ ഓട് പൊളിച്ചകത്ത് കയറി കാശും പണവും കക്കാൻ ഏക്കമുള്ള ഒരു കള്ളനെ ഈ നാട്ടിലുള്ളൂ. അവനെ പോലീസ് പിടിച്ചോണ്ട് പോകുന്ന എനിക്ക് ഇഷ്ടമല്ല. അതന്നെ അതേ, ഞാൻ അവന്റെ തന്തയായി പോയി.